ഹലോ എവരി വൺ, വെൽക്കം ടു അയോട്ട ട്യൂഷൻ ക്ലാസ്. ഇന്ന് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പേര് ആദിത്യ. നമുക്ക് ഒരുമിച്ച് ആദ്യം മുതലേ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി മാത്സ് ഒരു ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാക്കി മാറ്റണം അല്ലേ. മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേരുടെ ധാരണ എന്താണ്, ഇതൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, നമുക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനത്തെ ധാരണകളൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 10ാം ക്ലാസ്സിൽ മാത്സിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എല്ലാ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും ആശംസകൾ നേരാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് വി വാണ്ട് ടു ഡിസ്കസ് സം പ്രീവിയസ് നോളജ് അല്ലേ. നമുക്കിതിനെക്കുറിച്ചുള്ള അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചുള്ള കുറച്ച് പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമാന്തര ശ്രേണികളെ കുറിച്ച് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പറയാനുണ്ടോ? അറിയാവുന്ന കാര്യങ്ങളുണ്ടോ? ഓക്കെ, നമ്മൾ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് കേട്ടിട്ടില്ലെങ്കിലും ശ്രേണികൾ അല്ലെങ്കിൽ സീക്വൻസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ട് ഈസ് എ സീക്വൻസ്? എന്താണ് ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് പാറ്റേൺസ് അല്ലേ. നമ്പർ പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിവിടെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 2 പാറ്റേൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാറ്റേൺ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റത്തേൽ ഒരു ബോക്സ് അല്ലേ. ഫസ്റ്റത്തേൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വണ്ണിലോ എത്ര ബോക്സുകളുണ്ട്? ഹൗ മെനി ബോക്സസ് ആർ ദർ ഇൻ ദ സെക്കൻഡ് ഫിഗർ? ഇറ്റ് ഹാസ് 4 ബോക്സ് അല്ലേ. 4 ബോക്സുകളുണ്ട്. ദെൻ വാട്ട് അബൌട്ട് തേർഡ് വൺ? It contains how many boxes? 1, 2, 3, 4, 5, 6, 7, 8, 9. It contains 9 boxes. Okay, ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ എത്ര ബോക്സുകൾ കണ്ടു? ഒരു ബോക്സാണ് കണ്ടത്. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ 4 ബോക്സുകളുണ്ട്. മൂന്നാമത്തേതിൽ എത്ര ബോക്സുകളുണ്ട്? 9 ബോക്സുകളുണ്ട്. ദെൻ വാട്ട് അബൌട്ട് ഫോർത്ത് വൺ? എത്ര ബോക്സുകളുണ്ട് അതിൽ? അതായത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ 3 ബോക്സ് ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെയോ 1, 2, 3, 4, 5, 6, 7. ഇതെല്ലാം കൂടി കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ബോക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, 1 + 3, 4, 4 + 5, 9 and 9 + 7, 16 അല്ലേ. ഫോർത്ത് വണ്ണിൽ എത്ര ബോക്സുകളുണ്ട്? 16. അപ്പോൾ നമുക്ക് ബോക്സുകളുടെ നമ്പേഴ്സിനെ നമുക്കൊരു പാറ്റേൺ ആയിട്ട് എഴുതാം. ഫസ്റ്റ് എത്ര ബോക്സുകളാണ് ഉണ്ടായിരുന്നത്? ഒരു ബോക്സ് അല്ലേ. രണ്ടാമത്തെ ഫിഗറിൽ എത്ര ബോക്സുകൾ നമ്മൾ എണ്ണി? യെസ്, ഇറ്റ് കണ്ടെയ്ൻസ് 4 ബോക്സസ്. ആൻഡ് വാട്ട് അബൌട്ട് തേർഡ്? ഇറ്റ് കണ്ടെയ്ൻസ് 9 ബോക്സസ്. ആൻഡ് ലാസ്റ്റ് ഇറ്റ് കണ്ടെയ്ൻ 16 ബോക്സസ്. ഈ ഒരു പാറ്റേൺസിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? ഫസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു ബോക്സ്, രണ്ടാമത്തതിൽ എന്താണ് നമ്മുടെ ഒരു ബോക്സാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഫിഗറിൽ ഒരു ബോക്സിൻ്റെ കൂടെ താഴെ എക്സ്ട്രാ ഒരു റോ കൂടി അതിൽ 3 ബോക്സുകളുണ്ടായി അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഫിഗറിൽ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ഒരു ബോക്സ്, നെക്സ്റ്റ് റോയിൽ 3 ബോക്സുകളുണ്ട്, ആൻഡ് തൊട്ട് താഴെ വേറൊരു ബോക്സ് അല്ലേ. 1, 2, 3, 4, 5, 5 ബോക്സ്. അപ്പോൾ ഫസ്റ്റത്തേക്കാളും ഫസ്റ്റ് ഒരു ബോക്സാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തേതിൽ ഒരു 3 ബോക്സും കൂടി ആഡായി അല്ലേ. 1 + 3. അടുത്തതിൽ എന്താ സംഭവിച്ചത്? 1 + 3 അതിനോടൊരു 5 ബോക്സും കൂടെ ആഡായി. ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ്? 1 + 3 + 5 + 7. അതായത് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് പോയിട്ടാണ് നമുക്കിവിടെ ഈ ഒരു പാറ്റേൺ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ പാറ്റേൺ എന്താണ്? 1, 4, 9, 16. ഈ പാറ്റേണിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ പാറ്റേൺസിനെ കുറിച്ച്? അതിൻ്റെ കാര്യം നമുക്ക് പറയാം. സെയിം പാറ്റേൺ തന്നെയാണ് തൊട്ട് താഴെയും കൊടുത്തിട്ടുള്ളത് അല്ലേ. 1,
4, 9, 16 എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പാറ്റേൺസ് നമ്മളൊരു 3rd സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ LP സ്റ്റാൻഡേർഡ് പ്രൈമറി സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കുറേ പാറ്റേൺസ് അല്ലേ. ഈ പാറ്റേൺസ് തന്നെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്.